നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഒരു പ്രത്യേക ഗുഹാക്ഷേത്രത്തെയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തിരുവല്ലായ്ക്കടുത്ത് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്ത് പാണ്ഡവന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ശിവപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരുന്നതാണ് എന്നാണ് ഇവിടുത്തെ രേഖകളിൽ കാണുന്നത്. പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് നിർമ്മിച്ചതെന്നും പല രേഖകളിലും കാണുന്നുണ്ട്. ഒരു ഭയങ്കര പാറ, ആ പാറ കിഴിച്ച് തുരന്ന് അതിനകത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ശിവലിംഗവും ഇപ്പോഴുണ്ട്. എന്നാൽ നിത്യപൂജയൊന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പം മാത്രം ഇവിടെയുണ്ട്. പുരാവസ്തുവിൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ആയിരിക്കാം ഈ ക്ഷേത്രത്തെ ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടുതൽ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തിരുന്നു എന്ന് വരികിൽ കൂടുതൽ ഭക്തരെയും ചരിത്ര അന്വേഷകന്മാരായ വിദ്യാർത്ഥികളെയും ഒക്കെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നമുക്കിപ്പോൾ കാണാം. ക്ഷേത്രത്തിന് ചുറ്റും കാടുകളാണ്. എങ്കിൽ തന്നെയും നിരവധി ആളുകൾ ഇവിടെ കാണാനായിട്ട് വന്നു പോകാറുണ്ട്. ഭീമാകാരമായ ഈ വൻപാറ തുരന്നാണ് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. താഴെ നിന്നും നിരവധി കൽപ്പടവുകൾ ചവിട്ടി കയറി വേണം ഈ ഗുഹാക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. നമ്മൾ ഈ കൽപ്പടവുകൾ ചവിട്ടി ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും സാധാരണക്കാർക്കൊക്കെ ഒരു ക്ഷീണമൊക്കെ തോന്നും. അതൊന്നും സാരമാക്കണ്ട. ഈ പടികൾ കയറി നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു അനുഭൂതി തന്നെ ഉണ്ടാകും. നമുക്ക് അത്ഭുതം തോന്നും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാതൊരുവിധ യന്ത്ര സൗകര്യങ്ങളും ഇല്ലാതിരുന്ന അവസരത്തിൽ ഇത്തരം ഒരു വലിയ ഭീമാകാരമായൊരു പാറ തുരന്ന് അതിനകത്ത് അതിമനോഹരമായ ഒരു ശിവലിംഗം, ചെറിയ ശിവലിംഗമൊന്നുമല്ല, അതൊക്കെ എങ്ങനെ നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു, അത്ഭുതം തോന്നാം. കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ കെട്ടുകഥകളാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ദൃശ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ മുമ്പിലുള്ള ആ ദീപമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.